ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് യാത്ര തുടങ്ങി. ആദ്യം പോയത് മാംഗ്ലൂർ സിറ്റിയിൽ തന്നെയുള്ള ബോണ്ട ഫാക്ടറിയിലേക്കാണ്. ബോണ്ട ഫാക്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് ബോണ്ട ഉണ്ടാക്കുന്ന ഫാക്ടറി എന്നല്ല കേട്ടോ, ഇതൊരു ഐസ്ക്രീം ഫാക്ടറിയാണ്. തുളു ഭാഷയിൽ ബോണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ഇളനീറാണ്, കരിക്ക്. സോ ഇത് അവിടെയുള്ള ഒരു ഐസ്ക്രീം ഫാക്ടറിയാണ്. ഇത് അവിടെ നിന്ന് കഴിച്ച ഐസ്ക്രീം, കരിക്ക് കൊണ്ടുള്ള ഐസ്ക്രീമാണ്. ഇത് കരിക്ക് വിത്ത് ചക്കപ്പഴം. സൂപ്പറാണ് കേട്ടോ. ഏകദേശം 39 വർഷത്തെ പാരമ്പര്യമുള്ളൊരു ഐസ്ക്രീം ബ്രാൻഡാണ് നാച്ചുറൽസ്. ഇത് അവരുടെ ബ്രാൻഡ് ഫാക്ടറി ഔട്ട്ലെറ്റാണ്. ഇത് കരിക്ക് വെള്ളമാണ് കേട്ടോ, ഇളനീര്. ഒരു ബോട്ടിൽ ഏകദേശം 10 രൂപയുള്ളൂ, വെറും 10 രൂപ. അതായത് 250 ml കരിക്ക് വെള്ളം വെറും 10 രൂപ. നല്ല ഫ്രഷ് കരിക്ക് വെള്ളമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങിയിട്ട് നമ്മൾ അടയാർ വെൻറ്റഡ് ഡാമിലേക്കാണ് എത്തിയത്. ഇതും മാംഗ്ലൂർ സിറ്റി തന്നെയാണ്. ഇത് ഏകദേശം ഒരു 520 മീറ്ററോളം നീളമുള്ളൊരു പുതിയ ഡാമാണ്. ഈ കാണുന്ന പുഴ നേത്രാവതി പുഴയാണ്. ആ പുഴയുടെ തീരത്താണ് ഈ ഒരു ഡാം പണിതിട്ടുള്ളത്. പുതിയതാട്ടോ ഈ ഡാം. പിന്നെ അതും കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. നല്ല മഴയുണ്ട്, നല്ല സ്മൂത്ത് റോഡാണ് കേട്ടോ. NH66 ആണ് ഈ പോകുന്നത്. കർണാടകയിലെ ഗ്രാമങ്ങളും വയലേലകളും കൃഷിസ്ഥലങ്ങളൊക്കെ കടന്നിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ കർണാടകയിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അമ്പലമുണ്ട്, മുരുദേശ്വർ എന്ന് പറയുന്ന ഒരു അമ്പലം. ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയായിട്ടുണ്ട്. കാലാവസ്ഥ ഇങ്ങനെ മാറി മാറിയാണ് വരുന്നത് കേട്ടോ. നല്ല സ്മൂത്ത് റോഡാണ്, നല്ല അടിപൊളി ഡ്രൈവായിരുന്നു, നല്ല ചിൽഡ് ക്ലൈമറ്റ് ആയിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ബീച്ചിൽ എത്തി, പ്രശസ്തമായിട്ടൊരു ബീച്ച്. അത് നമ്മൾ മരവാന്തെ ബീച്ച് എന്നാണ് പറയുന്നത്. ഇതാണ് കേട്ടോ ആ ബീച്ച്. ഇത് സൗപർണിക നദിക്കും അറബിക്കടലിനും ഇടയ്ക്കുള്ളൊരു ലൊക്കേഷനാണ്. ഇതാണ് മരവന്തെ ബീച്ചിൻ്റെ ഒരു ഏരിയൽ വ്യൂ ഫോട്ടോ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. ഇതിനടുത്താണ് ദീപിക പദുക്കോൺ ജനിച്ച പടുക്കോൺ ഗ്രാമം. പിന്നെ അതെല്ലാം കടന്ന് വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു. നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇഷ്ടംപോലെ വയലേലകളും കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം മുരുദേശ്വർ എത്താറായി. മുരുദേശ്വർ എന്ന് പറയുന്നത് കർണാടകയിലെ, ഉത്തര കർണാടകയിലൊരു കുഞ്ഞു ഗ്രാമമാണ്, ഒരു കടപ്പുറ ഗ്രാമം. അവിടെയാണ് ഈ മുരുദേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ മുരുദേശ്വറിൽ എത്തി കേട്ടോ. ഇതാണ് മുരുദേശ്വര അമ്പലത്തിൻ്റെ പ്രധാനപ്പെട്ട ടവർ. ഞങ്ങളവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ തുടങ്ങി. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ അടുത്തൊരു റൂം എടുത്ത് ഫ്രഷായിട്ട് മഴയൊക്കെ തീർന്നിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അമ്പലത്തിലേക്ക് വന്നു. ഇതാണ് പോകുന്ന വഴിക്ക് കാണുന്നൊരു അമ്പലക്കുളം. ആ മുരുദേശ്വരത്തിൽ തന്നെയുള്ളൊരു കുളമാണ്. വെറും ഒരു തീരദേശ ഗ്രാമമായിരുന്ന മുരുദേശ്വറിനെ ഈ രൂപത്തിലാക്കിയത് RN ഷെട്ടി എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ഈ അമ്പലം വന്നതിന് ശേഷം ഈ നാടിൻ്റെ മുഖഛായ ജനം മൊത്തം മാറി കേട്ടോ. അവിടെയുള്ള ജനങ്ങളുടെ വരുമാനം കൂടി, ജീവിത നിലവാരം കൂടി, ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കരമായിട്ട് ആ നാടിന് ചേഞ്ച് ഉണ്ടായി. അതാണ്, ഇതുപോലുള്ള എന്തെങ്കിലും അട്രാക്ഷനൊക്കെ വരുമ്പോൾ ആ നാട് തന്നെ മാറും. അവിടെയുള്ള ജീവിത നിലവാരം മൊത്തത്തിലങ്ങ് ചേഞ്ച് ആവും. ഇതാണ് ആ ടവർ. ഏകദേശം 20 നിലകളാണ് ഈ ടവറിലുള്ളത്. അമ്പലത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ക്യാമറ, ഫോട്ടോഗ്രാഫിയൊക്കെ നിരോധിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഉള്ളിലേക്ക് അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. പ്രധാന വിഗ്രഹമൊക്കെ ഇരിക്കുന്ന സ്ഥലം. അവിടെ ലിഫ്റ്റിൽ നമുക്ക് കയറാൻ പറ്റും. 20 രൂപയുള്ളൂ കേട്ടോ ഈ 20 നിലയുള്ള ടവറിൽ കയറാനായിട്ട്. അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും മുരുദേശ്വർ ഗ്രാമം സൂപ്പറായിട്ട് കാണാം. പിന്നെ ആ ഒരു തീരപ്രദേശം, കടപ്പുറമൊക്കെ അടിപൊളിയായിട്ട് കാണാം. നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും. നോക്കിക്കേ എന്തൊരു ഭംഗിയാണ്, വല്ലാത്തൊരു ഫീലാണ്. ആ വൈകുന്നേരവും തണുത്ത കാലാവസ്ഥയും. ലോകത്തിലെ തന്നെ ഏറ്റവും പൊക്കം കൂടിയ ശിവൻ്റെ വിഗ്രഹങ്ങളിൽ ഒരെണ്ണമാണ് ഈ മുരുദേശ്വറിലെ ഈ വിഗ്രഹം. നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് കാണാനൊക്കെ. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ താഴെ ഇറങ്ങി ആ ബീച്ചിൻ്റെ സൈഡിലൂടെയൊക്കെ ഒന്ന് നടന്നു, ഒന്ന് ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്ത്. ആ ദൂരെ കാണുന്നുണ്ട് മഴ പെയ്യുന്നതാണ്, കടലിൽ മഴ പെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. നല്ല ഒരു വൈബാണ് വൈകുന്നേരങ്ങളിലൊക്കെ. ഇതവിടെ ഇഷ്ടംപോലെ റെസ്റ്റിംഗ് റൂംസും ഫ്രഷ് ആവാനും ഒക്കെ ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട്. അവിടെ ഒരു പ്രശ്നമില്ല, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12-12:30 നട അടയ്ക്കും. അതുപോലെ വൈകിട്ട് 8 മണിയോടുകൂടിയാണ് ഏകദേശം നട അടയ്ക്കുന്നത്. അവിടെ നിന്നപ്പോഴത്തേക്കും സമയം പോയത് അറിഞ്ഞില്ല.
വീണ്ടും മഴ തുടങ്ങി കേട്ടോ. വൈകിട്ടായപ്പോഴത്തേക്കും കുറച്ചുകൂടി ഇരുട്ടി, അപ്പോൾ വീണ്ടും മഴ തുടങ്ങി. വൈകിട്ടാ കാണാനും നല്ലൊരു രസമുണ്ടായിരുന്നു, സൂപ്പർ ഫീലായിരുന്നു. പിന്നെ മഴയൊക്കെ തോരുന്ന വരെ അവിടെ നിന്ന് അവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. പിന്നെ അതിനുശേഷം തിരികെ നമ്മൾ വന്നു. പോകുന്ന വഴിക്കൊരു മസാല കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. പിന്നെ ഇടയ്ക്കൊരു ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി നമ്മൾ നാളെ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത് ഗോവയിലേക്കാണ്. സോ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.